ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. നമ്മളിന്ന് ഉണ്ടാക്കുന്ന ചെറിയൊരളവ് സാമ്പാറാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 1/4 കപ്പ് തുവരപ്പരിപ്പാണ്, കഴുകി വെച്ചേക്കുന്നതാണ്. അത് കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കാം. ഞാൻ സാധാരണ തുവരപ്പരിപ്പ് കുക്ക് ചെയ്യുന്ന ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യും. അതിനുശേഷം തീ കുറച്ച് ഒരു 8 to 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. പ്രഷർ പോകാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. സമയം കൊണ്ട് പരിപ്പൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു. ഇനി നമുക്കിതിനകത്തേക്ക് വെജിറ്റബിൾസ് ഇടണം. ഞാൻ അധികം വെജിറ്റബിൾസ് ഇടാതെയാണ് ഉണ്ടാക്കാറ്. പിന്നെ എടുത്തേക്കുന്ന ബ്രിഞ്ചോളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് ചേർക്കാം. അതേപോലെ വെള്ളരിക്ക ഒരു 1/4 കപ്പ്, വെള്ളരിക്ക കുമ്പളങ്ങ ചേർക്കാം. 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം. 2 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ആണ്, അതുകൂടി കൂടെ ചേർക്കാം. അതിനകത്തേക്ക് വീണ്ടും വെള്ളം ചേർക്കാം. ചെറിയ കുക്കർ ഉപയോഗിക്കുന്നതുകൊണ്ട് 1 കപ്പ് വെള്ളമേ ചേർക്കുന്നുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കുക്കായി കഴിയുമ്പോൾ ചേർക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വേവിക്കും. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരെ കുക്ക് ചെയ്യാം. അതിനുശേഷം ഓഫ് ചെയ്തിടുക. 1 വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്തു. പ്രഷർ മൊത്തം പോയി കഴിഞ്ഞാൽ താക്കാം. ഈ സമയം കൊണ്ട് വെജിറ്റബിൾസും എല്ലാം കുക്കാണ്. നമുക്കിതിനകത്തേക്ക് മുരിങ്ങയ്ക്ക ഇടണം. മുരിങ്ങയ്ക്ക ഇവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള റെഡിയാക്കി എടുക്കാം. ഒരു ചീനിച്ചട്ടി ചൂടാക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഉലുവ, ഇതിലേക്ക് കറിവേപ്പില, ഉണക്കമുളക് 2 എണ്ണം കീറിയിടാം. ഇതിലേക്ക് ചുമന്നുള്ളി ഒരു 1/3 കപ്പ് ഉണ്ട്. ഇവിടെ മുരിങ്ങയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിനകത്തേക്ക് പുളിവെള്ളം ചേർക്കണം. ഞാൻ ചെറിയൊരു കഷ്ണം പുളി വെള്ളത്തിൽ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഇട്ടേക്കായിരുന്നു. പുളി നന്നായിട്ട് പിഴിഞ്ഞ് ആ വെള്ളം ഇതിനകത്തേക്ക് ചേർക്കാം. ചുമന്നുള്ളി മൂത്ത് വരുമ്പോൾ ബ്രൗണായി തുടങ്ങുമ്പോൾ നമുക്കിതിനകത്തേക്ക് വെണ്ടയ്ക്ക, ഞാനൊരു 5 വെണ്ടയ്ക്ക ഇതേപോലെ നീളത്തിലരിഞ്ഞാണ്, അതോടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. വെണ്ടയ്ക്ക വെന്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കായംപൊടി, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ. ഇപ്പോൾ സാമ്പാർ പൗഡറിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. ഈ സാമ്പാർ പൊടിക്കകത്ത് നമ്മൾ നന്നായിട്ട് കായൊക്കെ ഇട്ടേക്കുന്നുണ്ടാണ്. കായം കുറച്ചാണ് ഇട്ടേക്കുന്നത്. നന്നായിട്ട് കായത്തിൻ്റെയൊക്കെ ഫ്ലേവറുള്ള പൊടിയാണ്. ഇതിലേക്ക് ഒഴിക്കും. ഇതിൻ്റെ ഫ്ലേവർ എല്ലാം കൂടെ ഇത് ബാലൻസ്ഡ് ആവാനായിട്ട് 1 ടീസ്പൂൺ ജാഗ്രി പൗഡറോടെ ചേർക്കാം. ഇപ്പോൾ ശർക്കര ഇട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ എക്സ്ട്രാ ചേർത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സാമ്പാർ റെഡിയാണ്. മല്ലിയിലയും കൂടി ഇട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ചൂടോടെ നമുക്ക് ഈ ഒരു അയവിലാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ചൂടാറുമ്പോൾ എപ്പോഴും തിക്കാവും, അത് കണക്കാക്കിയിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. അപ്പോൾ ഉടനെയൊക്കെ എടുക്കുവാണെങ്കിൽ ഈ ഒരു അയവിൽ എടുക്കുക. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്യുന്നെങ്കിൽ എപ്പോഴും എക്സ്ട്രാ ഒരു 1/2 കപ്പൊക്കെ വെള്ളം വേണം ചേർക്കാം. സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇപ്പോൾ സാമ്പാറിൻ്റെ തിക്നെസ് ഒക്കെ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു സാമ്പാർ ഒരു 4-5 പേർക്കൊക്കെ സെർവ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈ ഒരു സാമ്പാർ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരത്തെ ഷെയർ ചെയ്ത സാമ്പാർ പൊടി വെച്ച് തന്നെ ഉണ്ടാക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. നമ്മൾ ആദ്യം പച്ചക്കറി ഇട്ട് വേവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊട്ടേറ്റോ ക്യാരറ്റോ ഒക്കെ വേണമെങ്കിലും ചേർക്കാം. നല്ല ടേസ്റ്റി സാമ്പാറാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.